വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പഴയ വീഡിയോ അല്ലേ പണ്ടത്തെ? ഇത് പണ്ടത്തെ വീഡിയോ ആണോ? ആണോ? ഇത് പഴയ വീഡിയോ അല്ലേ? വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? Powerful people comes from powerful places. History was wrong. Powerful people make places powerful. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. You still don't believe all this could be true? It could be the work of a madman. അയ്യോ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ? അല്ല ശരിക്കും ഒരു KGF തീം ചെയ്യാൻ പറ്റിയ സാധനം നമ്മുടെ ഉണ്ട്. സത്യം പറഞ്ഞ ഇത്രയും നാളത്തെ RPG നോക്കിയ ഇല്ല, അത് സത്യമായിട്ടുണ്ട് കേസ്. അത് സത്യമായിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ ഉണ്ട് ഇതുവരെ ഉള്ളത്. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. Violence, violence, violence. I don't like it. I avoid it. But violence likes me. I can't avoid. എടാ, അവൻ വിളയാടിക്കൊണ്ടിരിക്കുവാണ്. ചെറിയ പേരുകൾ കളിക്കില്ല, പാണ്ടിക്കളി. അതിൽ ആദ്യം കളം വരച്ചിട്ടല്ലേ അതിനുള്ളിൽ കല്ലെറിഞ്ഞിരുന്നത്. എന്നാൽ അവന് തോന്നുന്നിടത്ത് കല്ലെറിഞ്ഞിട്ട് അതിന് ചുറ്റും കളം വരച്ചു വയ്ക്കും. എന്ത് കിടിലൻ ഡബ്ബായിരുന്നല്ലേ ഗൈസ് ഈ KGF. എന്ത് രസമായിരുന്നു കേൾക്കാൻ. എന്ത് കിടില ക്ലാസിക് ഡയലോഗുകളാണ് അതിനകത്തുള്ളത്. മൊത്തം പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും റീവാച്ച് ചെയ്ത് ഇപ്പോഴും ഈ പടം കിട്ടുന്ന ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കും. മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും എന്ത് കിടിലമായിരുന്നു എന്നറിയാവോ. എന്ത് കിടിലം. ചിലയിടത്ത് നമുക്കൊരു ലിപ്സിങ്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എൻ്റെ അമ്മോ. വേറെ അക്കൗണ്ട് നമ്പർ തരാമോ? ഹാരിസന്റെ ബ്രോ ഇവിടെ 500 വെച്ചേക്കുന്നടാ. എന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട് ബ്രോ അടിയില് ഹാരിസന്റെ ബ്രോ സ്കൈഡാക്സിന്റെ ഗൈസ്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒരു പിൻ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസിലോട്ട് നിങ്ങളെ കൊണ്ടാവുന്ന ചെറിയൊരു എമൗണ്ട് അയക്കുക. നമ്മളൊരു ചെറിയ ചാരിറ്റി സ്ട്രീമും കൂടാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഏത് ക്ലോക്കിലും 1 മണിക്കൂർ ആവാൻ വലിയ സൂചിക്ക് നീങ്ങണം 60 തവണ. ചെറിയ സൂചിക്ക് ഒരൊറ്റ തവണ മതി. ഞാൻ എന്റെ ചുവട് വെച്ചു. കളിയുടെ റേഞ്ച് ചേഞ്ചായി. പാമ്പും കോണിയും കളിയിലിപ്പോ കീരിയിറങ്ങി. ഞാൻ മറ്റൊരു സംഭവം പറയാൻ കേൾക്ക്. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. ബട്ട് he went through a lot of struggles earlier on. വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്ത് നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. ഇന്നുവരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. എന്റെ അമ്മ. ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവനേതോ കാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് നിങ്ങൾ പോകരുത്. പടച്ചവനാണ്. ആ കാടിന് തീ പിടിക്കും. ദുആ ഹേ ഉസ്കെ സർ പേ. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. അവൻ നിൽക്കില്ല, കീഴടങ്ങുകയുമില്ല. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ബൊംബൈ ഞാൻ കൈക്കലാക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കേട്ട് ഈ കല്ലറകൾ ആ കല്ലിൽ അവന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരുന്നിരിക്കില്ലല്ലോ. ഇത്ര ശക്തമായൊരു സാമ്രാജ്യം, ഇത്ര ശക്തമായൊരു വ്യവസ്ഥ, അവിടെ ആര് ജയിച്ചു എന്നുള്ള ആകാംക്ഷ. History always wins.
somewhere hidden in those pages of history, is the biggest kept secret. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. El Dorado. മയില് രോമാഞ്ചം പോലെ. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച monster! Let's go! That is Rocky's KGF. അതന്നേടാൻ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാനും തയ്യാറായി. ഒരാൾ കൂടി ബാക്കിയുണ്ടല്ലോ. എന്റെ അമ്മ എന്ത് സിംഗോടാ. അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ KGF വീണ്ടെടുക്കാൻ. ZX3.ts. എടാ മോനെ കിട്ടില്ല സാധനം. എന്റെ അമ്മ ഇതിയാ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വലിയൊരു സാധനം മിസ് ചെയ്തേനെ. ഈവൻ ദോ ചിലപ്പോ അവന് വിഷ്വൽസ് ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നാണെങ്കിൽ പോലും എന്ത് കിടിലായിട്ട് ഇവൻ സിനിമാറ്റിക്സ് കൂടെ ഇവന് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇവൻ വേറെ സാധനം ഉണ്ടാക്കിയേനെ കേട്ടാ. ബ്രോ കിടിലം ZX3.ts കിട്ടില്ല ബ്രോ, കിടിലം പറയാതിരിക്കാൻ വയ്യ. എനിക്ക് രോമാഞ്ചൊക്കെ വന്ന് ഇടയ്ക്കത്തെ ആ സീൻ. ആ കീരിയുടെ ഇത് പറഞ്ഞില്ലേ, അവിടെ തൊട്ട് ഭയങ്കര മുച്ചിറിയുടെ സീനാണ് ഏറ്റവും അടിപൊളി ഇതിനകത്ത് കൈസ്. ആ സീൻ ഞാൻ അത് ഒന്നുകൂടെ കണ്ടോട്ടെ. മുച്ചിറിയുടെ ഇതൊന്ന് കണ്ടു നോക്കിയ കൈസ്. ഇത് ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. ബട്ട് he went through a lot of struggles earlier on. വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്ത് നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. അന്ന് തൊട്ട് ഇന്ന് വരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. ഓ അത് കിടില സിംഗ് കേട്ടോ. അവസാനം ഒരു രക്ഷയില്ല. കിടിലം പറയാതിരിക്കാൻ വയ്യ.